ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു ന്യൂ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. പപ്പ നാട്ടിലേക്ക് വരുന്ന ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പപ്പനെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ പപ്പ കൊച്ചി എയർപോർട്ടിലാണ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ കുറേ ദിവസമായി വരും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ, നാളെ വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും വിളിക്കാൻ പോവാണ്. അങ്ങനെ ദേ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ പപ്പ നിൽക്കുന്ന സ്ഥലം കണ്ട് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഹാപ്പിയായി. പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ നല്ല അടിപൊളി മഴയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോണത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മിൻസ ഫുഡ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കണ്ടോ വന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം പപ്പ വരുമ്പോഴും ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവിടെ തന്നെ പോയതാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ പൊറോട്ട, വെള്ളപ്പം, മീൻ മുളകിട്ടത്, ചിക്കൻ കറി, പിന്നെ മുട്ടക്കറിയും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും വന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചുട്ടാ. അപ്പോൾ ഇതേ നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്ന്. അപ്പോൾ നമ്മൾ വീടെത്തിയപ്പോഴത്തേക്കും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു 11:30 ഒക്കെ ആവുന്ന ടൈമിലാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചത്. അത് കാരണം തീരെ വിശപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിന്നെ വീടെത്തിയിട്ട് അവിടുന്ന് എല്ലാവരും ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ്. ബ്ലൂബെറി മൊയ്റ്റോ ഉണ്ടാക്കിയിട്ട് കുടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീടെത്തിയിട്ട് പിന്നെ എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ടൈമൊക്കെ ഒന്ന് ഉറങ്ങി എണീച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ചായക്ക് നമുക്ക് അച്ചപ്പം, കുഴലപ്പം, പിന്നെ കാഷ്യൂനട്ടും അയിനാസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ ഉമ്മാനെ കാണാൻ പോയിട്ടാ. മാമാടെ വീട്ടിൽ പോയി. അപ്പോൾ എല്ലാവരും അവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ച് പല ടൈപ്പിലുള്ള ടിക്ക, അതേപോലെ ബട്ടർ നാനൊക്കെ ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ഇഷ്ടമായിട്ടാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ, ഒരു ഷേക്ക് കുടിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ ഗുരുവായൂർ പോയി. അപ്പോൾ ഗുരുവായൂരിലുള്ള ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് ഈ ഒരു രവീന്ദ്ര ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടിപൊളി ഷേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പല വെറൈറ്റീസ് ഓഫ് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് സ്ട്രോബെറി, അവക്കാഡോ, മാംഗോ, പപ്പായ, ഷാർജ, പിന്നെ ഗ്രേപ്പും ആണ് കേട്ടോ. എനിക്കതിൽ ഭയങ്കരമായിട്ട് അടിപൊളിയാണെന്ന് തോന്നിയത് മാംഗോയും അതുപോലെ അവക്കാഡോ ഷേക്കുമാണ്. ഒരു മസ്റ്റ് ട്രൈ ആണെന്നുള്ളതാണ് കേട്ടോ തോന്നിയത്. അപ്പം നിങ്ങളും ഇനി ഗുരുവായൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കിട്ടാ. അങ്ങനെ പിന്നെ നമ്മൾ വീടെത്തിയപ്പോൾ പിന്നെ പെട്ടി പൊളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പെട്ടി പൊളിക്കലും പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പൊളിച്ച് പിന്നെ ചോക്ലേറ്റ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ എല്ലാവർക്കും പങ്കക്കലൊക്കെ കഴിഞ്ഞ് ആണ് കേട്ടോ പിന്നെ നമ്മൾ കിടന്നുറങ്ങിയത്. നെക്സ്റ്റ് ഡേ നമ്മൾ ശോഭ മോളിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ശോഭ മോളിൽ പോവാണ്.
അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് ഇങ്ങനെ സെൻട്രലായിട്ട് തന്നെ ഫുൾ മിനിയേച്ചർ ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ക്യൂട്ട് ടൈനി ഐറ്റംസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ കുറേ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലത്തെ കുറച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതൊക്കെ കുഞ്ഞി ഷൂ ആണ്. നമ്മളിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് വലുതായി തോന്നണതാണ് കേട്ടോ. ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാണ്. നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായത് സുഡിയോയിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്കും റിസാക്കും ഉമ്മാക്കും ചെരുപ്പ് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുമായിരുന്നു. നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പാകത്തിനുള്ള സൈസ് കിട്ടിയില്ല. പിന്നെ ഉമ്മയും റിസയും അവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തു കേട്ടോ. റിസ ഈ ഒരു ബ്രൗൺ കളർ ചെരുപ്പും ഉമ്മ ഈ ഒരു പിങ്കുമാണ് കേട്ടോ എടുത്തത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ ഇക്കുന് ഷൂ നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കെച്ചേഴ്സിലും അത് കഴിഞ്ഞ് അഡിഡാസിലൊക്കെ കയറി നോക്കി. പക്ഷേ ഇക്കുന് ഇഷ്ടപ്പെട്ട സംഭവം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നേരെ മാക്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റിയ ചെരുപ്പും നോക്കാം, അതുപോലെ റിച്ചുവിന് കുറച്ച് ഡ്രസ്സ് നോക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി. പിന്നെ എനിക്കിത് ഈ ഒരു ചെരുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് സൈസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതെടുത്ത് അവിടെ നല്ല ഭംഗിയുള്ള ഇയറിങ്സൊക്കെ കണ്ടിട്ടുണ്ടായിട്ടാ. കണ്ട, ചെറിയ സ്റ്റഡ് പോലത്തതുണ്ട്, ഇങ്ങനെ റിങ് പോലൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ നല്ല റേറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് വാങ്ങിയില്ല. പിന്നെ അത് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആക്സസറീസും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ ബില്ലിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് വന്നിട്ടാ. അപ്പോൾ താഴത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും മിസ്സാക്കാത്ത സംഭവമാണ് ഈ ഒരു പൊട്ടാറ്റോ ട്വിസ്റ്റേഴ്സ്. അത് നമ്മൾ എപ്പോഴും വാങ്ങാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 4 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ. എല്ലാ ഫ്ലേവേഴ്സും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാവരും ഓരോ ഐസ്ക്രീമും കഴിച്ച്. അപ്പോൾ വാനില ചോക്ലേറ്റ് മിക്സും പിന്നെ വാനില മാത്രമുള്ളതും ഓറിയോ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീമിൽ. അപ്പോൾ അതും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഐസ്ക്രീമും പൊട്ടാറ്റോ ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ.